ഓക്കെ, എക്സ്പെരിമെൻറ്റ് നമ്പർ 5 എന്താണ് നമ്മളെ ഈ ഫിസിക്സിൻ്റെ സീരീസിലെ എക്സ്പെരിമെൻറ്റ് നമ്പർ 5ലേക്ക്, അതായത് ആ ഓർഡർ പ്രകാരം എക്സ്പെരിമെൻറ്റ് നമ്പർ 5 അല്ല, ഞാൻ ചെയ്യുന്ന ഓർഡർ പ്രകാരം ഇതെന്താണ് എക്സ്പെരിമെൻറ്റ് നമ്പർ ഇത് 4th ആണ്. അപ്പോൾ 4ാമത്തെ എക്സ്പെരിമെൻറ്റ് ഇത് കഴിഞ്ഞാൽ ഇനി രണ്ടെണ്ണം കൂടി എനിക്ക് ചെയ്യാനില്ല. അതോടുകൂടിയിട്ട് ഫിസിക്സിൻ്റെ എന്താണ് ഈ ഫസ്റ്റ് സെമസ്റ്ററത്തേക്കുള്ള ലാബ്സ് എല്ലാം തീരുന്നുണ്ട്. ഇത് 4ാമത്തെയാണ്, സെക്കൻഡ് ലാസ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ എൻ്റെ പേര് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ കാപ്പിലറി റൈസ് മെത്തേഡ് റേഡിയസ് ബൈ മൈക്രോസ്കോപ്പ്. അപ്പം +1 എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ കാപ്പിലറി റൈസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നമ്മളൊരു നാരോ ട്യൂബ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രാവിറ്റീൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വെള്ളം മുകളിലോട്ടേക്ക് റൈസ് ചെയ്യുന്ന ഒരു ഫെനോമിനോണാണ് കാപ്പിലറി റൈസ്. അപ്പോൾ ആ കാപ്പിലറി റൈസ് വെച്ചിട്ട് നമ്മളെന്താണ് ഒരു സാധനത്തിൻ്റെ ഒരു ട്യൂബിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ എയിം കൊടുത്തിട്ടുണ്ട് ഡിറ്റർമൈൻ ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ്. ഏതായാലും എൻ്റെ കയ്യിൽ റെക്കോർഡില്ല, അതുകൊണ്ട് എന്താണ് ഒരാളെ ഞാൻ ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ട് അതിലത് ഡിറ്റർമൈൻ ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ്. ഓക്കെ, നമുക്ക് റേഡിയസ് അല്ല വേണ്ടത്, നമുക്ക് സർഫസ് ടെൻഷനാണ് വേണ്ടത്. അതായത് ആ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കണം. വൈ കാപ്പിലറി റൈസ് മെത്തേഡ് ദ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ഇസ് ടു ബി എന്താണ് മെഷേർഡ് യൂസിങ് വെർനിയർ കാലിപ്പർ. ഓക്കെ, വെർനിയർ കാലിപ്പർ ഇൻ ദ സെൻസ് നമ്മൾ എന്താണ് ട്രാവലിംഗ് മൈക്രോസ്കോപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഈ പറഞ്ഞ ഇത് നല്ല പേപ്പറാണോ, ഇവിടെ എന്താണ് ആ സർഫസ് ടെൻഷൻ്റെ ഇക്വേഷനാണ് ക്യാപിറ്റൽ ലെറ്റർ T ഇസ് ഈക്വൽ ടു എച്ച്. ഈ എച്ച് എന്ന് പറയുന്ന കാപ്പിലറി റൈസ് ആണ്. ഇതിന് ഓരോന്നിനും ഓരോ പെട്ടിയുണ്ട്. ഇത് കണ്ടുപിടിക്കുന്ന ഒരു പെട്ടി പ്ലസ് R/3. ഈ ആറാണ് നമ്മളെ റേഡിയസ് ഓഫ് ദ ട്യൂബ് എന്ന് പറയുന്നത്. ഇൻറ്റു ഇത് രണ്ട് സെയിം ആറാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേറൊരു പെട്ടിയുണ്ട്. പിന്നെ D എന്ന് പറയുന്ന ഡെൻസിറ്റി, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പെട്ടിയുണ്ട്. അപ്പോൾ ടോട്ടൽ 3 പെട്ടിയുണ്ട്. അതേപോലെ G ഇത് 9.8 ആണ്, അത് കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലിക്വിഡ് വിത്ത് ഗ്ലാസ്. ആ ലിക്വിഡ് ഓഫ് കോണ്ടാക്ട് എന്താണ് നമ്മളെന്താണ് ലിക്വിഡ് ഗ്ലാസ്സുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ഒരു ആംഗിൾ ഓഫ് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളാണ് ഇവിടെ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്ന കേസിൽ എന്താണ് ആ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്, അതും പ്യുവർ വാട്ടർ. നമ്മൾ +1 പഠിച്ചതിൻ്റെ പ്യുവർ വാട്ടറിൻ്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഇസിക്കൽ 0 ഡിഗ്രിയാണ്. അപ്പോൾ cos 0 എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, അതായത് പ്യുവർ വാട്ടറിൻ്റെ കേസ്, നമ്മൾ ഐഡിയൽ കേസാണ് എടുക്കുന്നത്. വാട്ടർ പ്യുവർ, അതിൽ ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല, ഒരു എന്താണ് മണ്ണും മണലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചല്ലുവലി സാധനങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ 0 ഡിഗ്രി ആയിരിക്കും. അതായത് എന്താണ് ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ ആംഗിൾ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം, ഈ ഗ്ലാസ്സിനെ തൊടുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് 2 ഇൻറ്റു ഇത് വന്ന് 1 എന്ന് വന്ന്, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് H + R/3 ലാസ്റ്റ് ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ കോസ് തീറ്റ ഒന്നും കാണൂല. കാരണം അത് ഓൾറെഡി എന്താണ് ഇവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പ്യുവർ വാട്ടറാണ്, 0 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, cos 0 1 ആയിപ്പോയി. അപ്പോൾ R ഡെൻസിറ്റി അല്ല, ഇതിനെ റോ നാട്ട് എടുക്കുക, ഇത് ഡെൻസിറ്റി തന്നെയാണ്. G/2 ഇതായിരിക്കും എന്താണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷന്. ഇതിന് അപ്പോൾ ലാസ്റ്റ് ഈ കോസ് തീറ്റ എടുപ്പ് എന്നുള്ളത് പിന്നെ ആരും ചോദിക്കാൻ പാടില്ല, അതിന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചെന്നല്ല അതിന്. അപ്പോൾ അതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ എന്താണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഈ റേഡിയസ് ആദ്യം തന്നെ അങ്ങ് കണ്ടുവെച്ചാളാം. ഓക്കെ, ഇവിടെ കാപ്പിലറി റൈസിൻ്റെ ഒരു ട്യൂബ് ഉണ്ട്. പിന്നെ ഇതായിരിക്കും നമ്മളെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റീലല്ല, ഒരു അറേഞ്ച്മെൻ്റ് ആണ്, ഒരു സെറ്റപ്പാണ്. ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കോർക്ക് ഉണ്ടാവും. കോർക്ക് എന്താണ് നമ്മളെ ഈ എന്താണ് വൈനിൻ്റെ കുപ്പിയിലെല്ലാം കാണാൻ പറ്റും. അതായത് അതിൻ്റെ ലിഡ് പൂട്ടിയിട്ടുണ്ടാവും ഒരു അതായത് ഒരു വുഡിൻ്റെ ഒരു എന്താണ് ഇങ്ങനെ ഒരു റൗണ്ട് പോലത്തെ സാധനം കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളത്. അതാണ് ആ കോർക്ക് എന്ന് പറയുന്നത്. ഞാൻ വേണ്ടി കാണിച്ചു തരാം. യെസ്, ഇതാണ് ഈ സാധനത്തിനെയാണ് വുഡൻ കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഇതേ സാധനം തന്നെ, പക്ഷെ ഇവിടെ ഈ ഒരു നടുക്ക് ഒരു ഹോള് വെച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹോള് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു വുഡൻ കോർക്ക് സങ്കല്പിക്കുക. അതിലെന്തുണ്ട്, നമ്മൾ ട്യൂബിന്, അതായത് നമ്മൾ സ്റ്റീൽ തന്നെ വരുന്നത് ആ ഒരു ഗ്ലാസിൻ്റെ റോഡ്, ട്യൂബ് എന്ന് പറയുക റോഡ് എന്ന് പറയുക, ആ സാധനം ഇങ്ങനെ ഇതിലൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനോട് തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മളെ ഒരു ടൂത്ത് പിക്ക്, അതായത് നമ്മളെ ഇപ്പോൾ അപ്പോൾ ഇതാണ് സാധനം ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഈ ഹോട്ടലിലല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു
ആ ഒരു എന്താണ് നമ്മൾ പല്ലിലില്ല എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ബാക്കിയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിനൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സാധനം കൂടി ഒരു ടൂത്ത് പിക്ക് ആയിട്ട് അതിൻ്റെ കുറച്ചും കൂടി ഒരു ബഡാ വെർഷനാണ് ഈ സാധനം. എന്താണ് ഒരു പോയിൻ്റർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ പോയിൻ്ററിന് അതിനോട് തൊട്ട് അടുപ്പിച്ചിട്ട്, അതായത് രണ്ട് തൊടുന്നില്ല പക്ഷേങ്കിൽ ഒരു ഓൾമോസ്റ്റ് അടുത്തായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ എന്തുണ്ടോ ഒരു പോയിൻ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഈ സാധനം. ആണ് ആ ഫിഗർ കാണുമ്പോഴേ ഒരു വ്യക്തത വരുള്ളൂ. അപ്പോൾ എന്താണ് അതിന് മുൻപത്തെ ഫിഗറോടെ മുൻപത്തെ ഫിഗറിൽ ഇതിലല്ലായിരുന്നു ഉള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ട്. ഇത് നമ്മളെ വെള്ളത്തിൽ ആ ലിക്വിഡ്, വെള്ളം നല്ല അതൊരു ലിക്വിഡിൽ അതൊരു മഞ്ഞ കളർ ലിക്വിഡാണ്. ലിക്വിഡ് ഡയറക്റ്റ് എക്സാക്ട്ലി എന്താ നിങ്ങൾക്ക് അറിയില്ല, പക്ഷേങ്കിൽ ഒരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവും. അത് ആ ലിക്വിഡിൻ്റെ സർഫേസ് ടെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ പോയിൻ്റർ വരച്ചിട്ടുണ്ട് ഇതാ. അപ്പോൾ ഈ പറഞ്ഞ നമ്മളെന്താണ്, ഇതാണ് ആ ട്യൂബ്. ഇതിന് തൊട്ടടുപ്പിച്ചിട്ട് ആ പോയിൻ്റർ, ആ വുഡൻ്റെ ആ പോയിൻ്ററും ഉണ്ടാവും. പിന്നെ എന്താണ് നമുക്ക് ഇവിടുത്തെ ഈ സ്ക്രൂ വണ്ടിക്കൽ, അതായത് ഇവിടെ ഇങ്ങനെ അതായത് ഞാൻ ഈ കാണിക്കുന്നത് എന്താണ്, ഇതിപ്പോൾ 2D ഫിഗറിനെ 3Dയിലാണ് ഉദ്ദേശിച്ചത്. എന്താണ് ഇതിലൂടെ ഒരു എന്തുണ്ടാവും, ഒരു സ്ക്രൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിക്ക് സാധനം കഴിച്ചിട്ട് എന്താണ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതായത് ഇവിടുത്തെ സ്ക്രൂവിന് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അതെന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ ഈ പറഞ്ഞ നമുക്ക് ഓരോ ഈ ഒരു ക്യാപ്പിലറി റൈസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ചിലപ്പോൾ അഡ്ജസ്റ്റ്, അതായത് ഹൈറ്റ് അപ്പോൾ എന്താ ഈ കുറച്ച് മുകളിലോട്ടാക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ക്യാപ്പിലറി റൈസ് കുറച്ചും കൂടി കൂടും. അപ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു 5-6 റീഡിങ് അങ്ങനെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ലെങ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിട്ട്, അതായത് ഈ സാധനത്തിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സ്ക്രൂവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ്. അപ്പോൾ നമുക്ക് ട്യൂബിൻ്റെ റേഡിയസ് വേണം. അതിന് 2 മെത്തേഡ് ഉണ്ട്, ഹൊറിസോണ്ടൽ ക്രോസ് വയർ മെത്തേഡും അതേപോലെ വെർട്ടിക്കൽ ക്രോസ് വയർ മെത്തേഡ്. അപ്പോൾ ഹൊറിസോണ്ടൽ ക്രോസ് വയർ മെത്തേഡ്, ഓക്കെ ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കി തരാം. എന്താണ് ആ ഒരു ഇതായത് 4 തരത്തിൽ ഈ റേഡിയസ് കണ്ടുപിടിക്കാൻ 4 തരത്തിൽ റീഡിങ്സ് എടുക്കണം. പക്ഷേ ഇവർ ഇതിനെ 2 ഫിഗറിലേക്ക് കംപ്രസ് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ അത് ചിലപ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഞാനേതല്ലോ അങ്ങനെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഓരോ കാര്യം വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ലാസ്റ്റ് എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട സാധനം പിന്നെ വെറുതെ ആയി പോകും. ഓരോ സാധനം വ്യക്തമായിട്ട് തന്നെ എന്താണ് അതിൻ്റെ പോസ്റ്റ് മോഡും ചെയ്തിട്ട് തന്നെ പഠിച്ചാലേ കാര്യമുള്ളൂ. അവിടെ ഞാനിത് ഏതായാലും 4 ഫിഗർ എടുത്തിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് നമ്മളെന്ത് ചെയ്ത്, അതായത് ഈ പറഞ്ഞ ഇതിനെ ബോർ എന്ന് പറയാം, ബോറെന്നോ അല്ലെങ്കിൽ എന്താണ് ട്യൂബ് എന്നോ റോഡ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഈ സാധനത്തിനെ നമ്മൾ ഇവിടെ ഇതിൻ്റെ സ്ക്രൂന്ന് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട്, അതായത് ഇതിപ്പോൾ വെള്ളത്തിലാണല്ലോ ഇല്ല, വെള്ളത്തിലല്ല ഓൾറെഡി ഉണ്ടാവുക, അതിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. വെള്ളം നമ്മൾ പിന്നെയാണ് കൊണ്ടുവരുന്നത്, ആ ബീക്കർ പിന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതിങ്ങനെ അതിൻ്റെ ആ സ്റ്റാൻഡിനോട് വെറുതെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കുറച്ചും കൂടി ചെരിച്ചിട്ട്, അതായത് എന്താണ് ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ ആ ഒരു ബോഡീനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എന്താക്കി വെക്കും, ഒരു ഹൊറിസോണ്ടലാക്കിയിട്ട് ഇങ്ങനെ, അതായത് ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിന് നമ്മൾ ചിരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ എന്നെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കി വെക്കും. അത് നമ്മൾ നല്ല നിങ്ങൾ ആക്കി വെക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്ത് അപ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടേണ്ടത്. ആ ഫോക്കസ് കിട്ടിയിട്ട് നമ്മളിവിടെ മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടോ. മൈക്രോസ്കോപ്പിൽ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ എന്തുണ്ടാവും, ഇതെല്ലാം വെർനിയർ, അതായത് ഈ പറഞ്ഞ എന്താണ് നമ്മളെ MS മെയിൻ സ്കെയിലും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞ് ആ പറയുന്ന ആ ഒരു 50 ഡിവിഷനെല്ലാം ഒരു വെർനിയർ സ്കെയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നമ്മളെ മൈക്രോസ്കോപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഇവിടെ സ്ക്രൂ ഉണ്ട്, പിന്നെ മുകളിൽ നമുക്ക് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ട്. അതായത് ഫോക്കസ് ആയ ശേഷം പിന്നെ നമ്മൾ അതിന് അങ്ങോട്ട് തട്ടി ഈ സ്ക്രൂ പിന്നെ നീക്കരുത്. പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും, അതായത് മുകളിലും താഴെയും പോയിന് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ ലെഫ്റ്റിലും റൈറ്റിലോട്ട് പോയിനും ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫോക്കസ് ആയി കഴിഞ്ഞാൽ ആ 2 സ്ക്രൂ മാത്രം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ താഴെ കാണുന്ന സ്ക്രൂ ഉപയോഗിക്കുക, അല്ലാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അവിടെ അങ്ങനെ ചെയ്യരുത്. അത് ആക്ച്വലി തെറ്റായിട്ടുള്ള മെത്തേഡാണ്. എനിക്ക് അന്ന് ടീച്ചർ പറഞ്ഞ കാര്യം. അത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പാടില്ല വെച്ചിട്ട്. പിന്നെ അത് വെച്ചിട്ട് എന്താണ് ബക്കറ കളി കളിക്കാൻ നിൽക്കരുത് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇതിലെന്തുണ്ട്, ഇതാ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ക്രോസ് വയർ മെത്തേഡിൽ തന്നെ റീഡിങ് കറസ്പോണ്ടിങ് ടു ടോപ്പും ഉണ്ട്, റീഡിങ് കറസ്പോണ്ടിങ് ടു ബോട്ടമും ഉണ്ട്. അപ്പോൾ /right /left എന്തിനാണ് എഴുതിയെന്നല്ല ഞാൻ പറഞ്ഞുതരാം, എനിക്ക് റീസൺ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ MSR VSR പിന്നെ ടോട്ടൽ റീഡിങ്, MSR VSR ടോട്ടൽ റീഡിങ്. അപ്പോൾ ഇതെങ്ങനെ ഈ റീഡിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതാ ഹൊറിസോണ്ടലിൻ്റെ കേസിൽ നമ്മൾ എന്തുണ്ടാവും, നമ്മൾ ഈ മൈക്രോസ്കോപ്പിനുള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ക്രോസ് വയർ കാണാമല്ലോ, ആ പറഞ്ഞ കുരിശ് വരച്ച സാധനം പ്ലസ് ചിഹ്നം ഇങ്ങനെയാണല്ലോ കാണുന്നുണ്ടാവുക. അപ്പോൾ ആ കേസിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഫിഗർ, അതായത് ഈ 2 വര. അപ്പോൾ നമ്മൾ എന്തുണ്ട് ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ബോറിൻ്റെ ഈ പറയുന്ന റൗണ്ട് പോലത്തെ ആ ഒരു സാധനമായിരിക്കും
അതായത് ബോർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്യൂബാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതിലൊരു ട്യൂബായിരിക്കും അത്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഈ ഒരു റൗണ്ട് ആയിരിക്കും കാണുന്നത്. നമ്മളെന്താ ബേസിക്കലി റേഡിയസ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ റീഡിങ് വെച്ചിട്ട് ഡയമീറ്റർ ഇത് കംപ്ലീറ്റ് ഈ ഡയമീറ്റർ ആയിരിക്കും കിട്ടും. ഒന്നിക്കൽ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഡയമീറ്റർ കിട്ടും, അല്ലെങ്കിൽ അത് ഈ പറയുന്നത് എന്താ മറ്റേന്തേനും പറയേണ്ടത് ഹൊറിസോണ്ടൽ മെത്തേഡ് വെച്ചിട്ട്. വെർട്ടിക്കൽ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയുള്ള റീഡിങ് കിട്ടും. സോറി മാറിപ്പോയതാണ്. ഹൊറിസോണ്ടൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതും കിട്ടും, വെർട്ടിക്കൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിക്കുള്ള ഡയമീറ്ററും കിട്ടും. അപ്പോൾ ആ ഡയമീറ്റർ കിട്ടിയ ശേഷം പിന്നെ അത് വെച്ചിട്ട് പകുതി എടുത്തിട്ട് റേഡിയസ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ടോപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ, അതായത് ഈ പെട്ടി പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇതാണല്ലോ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ക്രോസ് വയറിൻ്റെ സെൻറ്റർ ഇതാണ്. ഈ അതായത് എന്താണ് ഇത്, ഈ ടോപ്പ് ഭാഗത്തൂടെ ഈ ഒരു നമ്മളെ ഹൊറിസോണ്ടൽ വര പോകുന്നുണ്ട്. ഈ വെർട്ടിക്കലായിട്ടുള്ള വര, അതായത് കറക്റ്റിൻ്റെ സെൻറ്റർ കൂടെ പാസ്, അതായത് നമ്മൾ ഡയമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ലൈന് സെൻറ്റർ കൂടെ തന്നെ പാസ് ചെയ്യണം, ഡയമീറ്റർ ആയതുകൊണ്ട്. അപ്പോൾ സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് രണ്ട് ഭാഗത്തിനും സർക്കിളിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ തോന്നണം. കാണുന്ന സമയത്ത് തോന്നിയ മാത്രം പോലെ അങ്ങനെ ആവണം. അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഇതിൽ ഈ വെർട്ടിക്കൽ എന്താണ് വയറും പിന്നെന്താ ഹൊറിസോണ്ടലായിട്ടുള്ള സാധനം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിലൂടെ അതിനെ ജസ്റ്റ് ഒരസിയിട്ട് ഒരു ടാൻജൻറ്റ് പോലെ ഒരസിയിട്ട് പോകുന്ന പോലെ. ഇതാണ് ടോപ്പിലെ റീഡിങ്. അപ്പോൾ ഇത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, മറ്റേ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് MSR ഉം VSR എല്ലാം കണ്ടിട്ട് ടോട്ടൽ റീഡിംഗ് ആണ്. അത് പിന്നെ ചെയ്താൽ മതി. പിന്നെ ചെയ്താൽ മതി. ഈ രണ്ട് ചെയ്തിട്ട് പിന്നെ ഈ ടോട്ടൽ പിന്നെ കണ്ടാലും മതി. ഈ ബോട്ടം കാണണ്ടിക്കൽ എന്താണ് വീണ്ടും എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ കിട്ടിയ ശേഷം പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് ടോപ്പ് ആദ്യം എടുക്കണം എന്നുള്ളത്. എന്നിട്ട് ആ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ബോട്ടം എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കും താഴെയാക്കാമല്ലോ, പക്ഷേ ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അതിനിങ്ങനെ ആ ഒരു ഇത് നമ്മൾ ഫിക്സ് ആയ സാധനത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ താത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ വരയുണ്ടല്ലോ ഈ മുകളിൽ കിടന്ന വരനെ, അതായത് ഇവിടെ കിടന്ന വരനെ എന്ത് ചെയ്യുക, ഇവിടുത്തം വരെത്തിക്കുക. അതായത് ആ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ മുകളിൽ ഇങ്ങനെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവില്ല, അത് വെച്ചിട്ട് ഇങ്ങനെ താത്തിയിട്ട് ഇവിടുത്തം വരെത്തിക്കുക. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ബോട്ടമിൽ റീഡിങ് കിട്ടി. അതായത് ഇതിലൊരു വ്യത്യാസം വരരുത്, ഈ സാധനം എന്താണ് മാറുന്നില്ല, ഈ ഒരു ഹൊറിസോണ്ടൽ വര മാത്രം ഇങ്ങനെ താണിട്ട് ഇവിടുത്തം വരെ എത്തി ഈ ബോട്ടമിലത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ MSR ഉം VSR ഉം കണ്ടിട്ട് ടോട്ടൽ റീഡിങ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇതിനെ നമുക്ക് A1 ആയിട്ട് എടുക്കുക, ഇതിനെ നമുക്ക് A2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലല്ലേ വ്യത്യാസമാണ്. ഇവിടുത്തെ നമുക്ക് പൊസിഷൻ കിട്ടി, ഒരു ഡിസ്റ്റൻസ് കിട്ടി, ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഇടണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറച്ചാൽ മതി, കാരണം നമ്മൾ സ്പേസിലാണല്ലോ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. A1 - A2 ആണ് ഈ 0.129 അത്രയും സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനാണ്. അതേപോലെ വെർട്ടിക്കലിൻ്റെ കേസിൽ എന്തുണ്ട്, നമുക്ക് രണ്ട് റീഡിങ്സ് ഉണ്ട്. അതാണ് ഈ റൈറ്റും ലെഫ്റ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ കേസിൽ ടോപ്പും ബോട്ടമാണ് കൺസിഡർ ചെയ്യുന്നത്, വെർട്ടിക്കലിൻ്റെ കേസിലാണ് റൈറ്റും ലെഫ്റ്റും കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് ഹൊറിസോണ്ടലിൽ തന്നെ ടോപ്പ് റൈറ്റ് അങ്ങനെ രണ്ട് കോൺസെപ്റ്റ് വരുന്നില്ല. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പും ബോട്ടവും ഉണ്ട്, വെർട്ടിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റും ലെഫ്റ്റും ആണ്. അതതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കലിൻ്റെ കേസിൽ ഈ പറയുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള വയർ ഇങ്ങനെ എന്താണ് ഈ പറഞ്ഞാൽ നമ്മൾ ആ ഒരു സർക്കിളിന് അതിൽ ആ ഒരു എന്താണ് ട്യൂബിൻ്റെ റൗണ്ടിനെ ഇങ്ങനെ, അതായത് എന്താ പറയുക, ഈക്വലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ പോകണം. അതേപോലെ റൈറ്റ്, അതായത് അപ്പോൾ എന്താ ഈ ഒരു വര വെർട്ടിക്കലായിട്ടുള്ള വര ഈ റൈറ്റ് സൈഡിനെ ഇങ്ങനെ ഉരസിക്കൊണ്ട് ആ സർക്കിളിനെ ഉരസിക്കൊണ്ട് പോകുന്ന രീതിയിൽ തൊടുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഇതിൻ്റെ MSR ഉം കണ്ടുപിടിക്കും. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ MSR കണ്ടുപിടിക്കുക, VSR കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ മൈക്രോസ്കോപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ ശ്രമിക്കരുത്. അവിടെ എന്തുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു രീതിക്ക് നീങ്ങണ്ടിയിട്ട് നമുക്കൊരു എന്തുണ്ട്, ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് ഈ സാധനത്തിന്, അതായത് ഇതിങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഈ വരൻ ഇങ്ങനെ ഡു. അപ്പോൾ എന്താ ഈ വരനെ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുക, ലെഫ്റ്റ് സൈഡിൽ എത്തിക്കുക. കറക്റ്റ് ഒരു വ്യത്യാസം വരുത്താണ്ട് ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് MSR കണ്ടുപിടിക്കുക, VSR കണ്ടുപിടിക്കുക, ഇതിനും ടോട്ടൽ കണ്ടുപിടിക്കുക, ഇതിനും ടോട്ടൽ കണ്ടുപിടിക്കുക. ഇതൊരു B1 ആയിരിക്കും, ഇത് B2 ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. B1 - B2 എന്ന് പറയുന്നത് ഇതും ഡയമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു D1 എന്ന് പറയുന്ന ഡയമീറ്റർ കിട്ടി. അതേപോലെ ഇവിടെ ഒരു D2 എന്ന് പറയുന്ന ഡയമീറ്റർ കിട്ടി. ഇത് കണ്ട. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, ഡയമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് വരയിൽ കൂടി ഡയമീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം കിട്ടണം. അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓൾമോസ്റ്റ് അടുത്തടുത്തായിരിക്കണം. അതായത് ഇതൊരു വാല്യൂ, ഇത് ഭയങ്കര ഡിഫറൻറ്റ് വാല്യൂ, അങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾ കറക്റ്റ് എന്താണ് ആ പറയുന്ന വാല്യൂ ഓൾമോസ്റ്റ് സെയിം കിട്ടിയാലേ എന്താണ് നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലോ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ശരിയാണെന്നില്ല. അത് മാത്തമാറ്റിക്സ് ആണ്, അത് എന്താണ് ഫിസിക്സ് അല്ല, മാത്തമാറ്റിക്സ് ആണ്. ഡയമീറ്റർ സെയിം ആവണമെന്നുള്ളത്.
അപ്പോൾ മീൻ ഡയമീറ്റർ ഇത് രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ ഇത്ര കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിൽ റേഡിയസ് കിട്ടും. അതിൻ്റെ എന്താണ് അതിൻ്റെ 10⁻² ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിൽ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വേഗം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു സൗകര്യമാണ്. അതിൻ്റെ ഭാഗമായി ഇതിന് ഡെൻസിറ്റി യൂസിങ് ഫ്ലെയർസ് അപ്പാരറ്റസ്. അപ്പോൾ എന്താ ഈ ഫ്ലെയർസ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അതൊരു വല്ലാത്ത ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ സാധനം സിമ്പിളാണ്. എന്താണ് 6 റീഡിങ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം H1, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം H2. ഈ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടണമെങ്കിൽ ഇത് H1 ഡിവൈഡഡ് ബൈ H2 കിട്ടിക്കഴിഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ഇനി യൂണിറ്റ് ഒന്നും ഉണ്ടല്ലോ, കാരണം രണ്ടും ലെങ്ത് അല്ല. അതൊരു ഡിവിഷനിൽ എന്താണ് യൂണിറ്റ് കട്ടായി പോകും. അപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ എന്താണ് ഫ്ലെയർസ് അപ്പാരറ്റസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയി ഇതാണ് ഫ്ലെയർസ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇത് വെള്ളമാണ്, ഇത് ഈ പറയുന്ന ലിക്വിഡാണ്. നമ്മൾ എന്താണ് മെഷർ ചെയ്യുമ്പോൾ അതേ ലിക്വിഡാണ് ഈ മഞ്ഞ കളറ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു ഇങ്ങനെ പോകുന്ന ട്യൂബ് ഉണ്ടാവും. ഇത് എന്താണ്, ഇതൊരു മീറ്റർ സ്കെയിലാണ്, ഇതൊരു മീറ്റർ സ്കെയിലാണ്. നമ്മളിവിടെ എന്തുണ്ടാവും, ഈ പറഞ്ഞ വയറിന് ലാസ്റ്റായിട്ട് എൻഡിൽ ഒരു സിറിഞ്ച്, നമ്മളെ ഫിസിക്സിൻ്റെ ലാബിൽ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിറിഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ സിറിഞ്ചിന് ഇങ്ങനെ നമുക്കറിയാമല്ലോ ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന എന്താണ് ഈ വെള്ളവും മുകളിലോട്ടേക്ക് വരും. കാരണം ഇത് രണ്ടിലേക്കും എന്താണ് കണക്ഷൻ കൊടുത്തിട്ടല്ലേ. അപ്പോൾ വെള്ളവും ആ ഒരു എന്താണ് ഇവിടെ എന്തുണ്ടോ ഒരു പൈപ്പ് പോലെ വെച്ചിട്ടുണ്ട്, പൈപ്പല്ല ഒരു ട്യൂബ് പോലത്തെ സാധനത്തിലൂടെ. അപ്പോൾ ഈലും വെള്ളം കയറും, ഈല് ലിക്വിഡ് മുകളിലേക്ക് വന്നു, ഈല് വെള്ളം മുകളിലേക്ക് വന്നു. അപ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കും അപ്പോൾ രണ്ടും ഒരേ ഇതിലാണ് പോകുന്നത്, അല്ല. കാരണം അതിൻ്റെ വിസ്കോസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഹണിയും ഇതൊരു വെള്ളമാണെങ്കിൽ ഹണി മെല്ലനല്ലേ കയറും, വെള്ളം പെട്ടെന്ന് കയറും. കാരണം അതായത് വിസ്കോസിറ്റി ആ ഒരു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ വിസ്കോസിറ്റിയുടെ ഡിഫറൻസ് കാരണം എന്തുണ്ടാവും, ഇതിപ്പോൾ ഒരു ഹൈറ്റിലാണ്, ഇതിന് കുറച്ച് മുകളിലായിരിക്കും വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളത്തിന് കുറച്ചും കൂടി വിസ്കോസിറ്റി കുറവ്, അതിനെ നല്ല രീതിക്ക് ഒഴുകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇത് കണ്ട, ഇതിന് എന്താണ് ഈ പറയുന്ന ഹൈറ്റ് കുറവും, ഇതിന് വെള്ളത്തിൻ്റെ ഹൈറ്റ് ജാസ്തിയാണ്. അല്ല സോറി അങ്ങനെയല്ല, ഓക്കെ ഞാൻ പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. വെള്ളത്തിന് എന്താണ് വിസ്കോസിറ്റി കൂടുതലും മറ്റേതിന് കുറവാണ്. അപ്പോൾ എന്താ വെള്ളത്തിന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുക, ഇതിന് കുറച്ച് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ അങ്ങനെ ഒരു 5-6 റീഡിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്താണ്, അതായത് കുറച്ച് വലിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എടുക്കുക, പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് വലിച്ചിട്ട് മുകളിലോട്ടേക്ക് എത്തിക്കുക. പിന്നെയും എന്ത് ചെയ്യുക, ആ ഒരു ലെങ്ത്ത്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഇത്ര ലെങ്ത്തിൻ്റെ ഉള്ളിൽ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏകദേശം തോന്നുന്ന ഒരു ലെങ്ത്തിലെല്ലാം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഡിഫറൻസ്, ആ ഒരു നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെത് ഹൈറ്റ് കുറവായിരിക്കും, ലിക്വിഡിനെ കൂടുതലായിരിക്കും. അതായത് ഇങ്ങോട്ടും ആ ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല, കുറഞ്ഞും കൂടിയും പാടില്ല. കറക്റ്റ് ഇവിടെ കുറവും ഇവിടെ കൂടുതലെന്ന രീതി കാണിക്കണം. എന്നാൽ നമുക്ക് എന്താണ് <1 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടുള്ളൂ. <1 എന്നുള്ള ഫ്രാക്ഷനാണ് കിട്ടേണ്ടത്. 0.973, 0.972. അപ്പോൾ ഇതൊക്കെയാണ് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു 6 റീഡിങ്സ് എടുത്ത ശേഷം ഇതിൻ്റെ മീൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കിട്ടണമെങ്കിൽ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടിയ ശേഷം അതിനെ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇത് കിട്ടിയെങ്കിൽ ഇൻറ്റു 1000 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 974 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. പിന്നെ നമ്മളിവിടെ റേഡിയസും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത്രയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാപ്പിലറി റൈസ് കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മളെ മൈക്രോസ്കോപ്പ് റെഡിയാക്കി വെക്കുക, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. എന്നിട്ട് ഈ നമ്മളെ ലിക്വിഡ് ഇവിടെ അടുത്ത് വെക്കുക ബീക്കറിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു അതായത് ഈ സാധനം നമ്മൾ എന്താണ് ഈ വെള്ളത്തിൽ ഉള്ളിൽ മുക്കി വെക്കുക. നമ്മൾ ആ പോയിൻ്റർ ഉണ്ടല്ലോ, ഈ പോയിൻ്റർ, അതായത് ഈ പറയുന്ന സർഫേസിന് ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ സർഫേസ് ഉണ്ട് ടോപ്പ് ലെയറിൽ, അത് ജസ്റ്റ് തൊടുന്ന രീതിയിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, MSRും VSRും കാണുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2 റീഡിങ്സ് എടുത്തിട്ടില്ല, പക്ഷേ നിങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 5-6 റീഡിങ്സ് എടുക്കണം. അപ്പോൾ എന്താ നിങ്ങൾ ഹൈറ്റ് ഇങ്ങനെ മാറ്റി കളിക്കുക. അതിലപ്പോൾ എന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ട്യൂബ് ഇതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ ആ ഒരു നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതിൽ കുറച്ച് എന്തുണ്ടാവും, ഒരു കാപ്പിലറി റൈസ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തുണ്ടാവും, ലിക്വിഡ് ഇങ്ങനെ മെനിസ്കസിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഒരു ഷേപ്പിൽ നിൽക്കും. അപ്പോൾ എന്താ നമ്മൾ ഈ പറഞ്ഞ ഒരു ട്യൂബിൽ നമ്മളിങ്ങനെ ഒരു വെള്ളം കയറി ലാസ്റ്റ് ഈ പറഞ്ഞ മെനിസ്കസ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അതിൽ നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ കാപ്പിലറി റൈസായി കാണാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു സാധനം നമ്മൾ ആ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഇത് വെച്ചിട്ട് മെഷർ ചെയ്യണം. അത് ഫോക്കസ് ആയി കിട്ടണം. അതിങ്ങനെ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാണല്ലോ ആ പറയുന്ന ഹൊറിസോണൽ ക്രോസ് വയർ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിപ്പോൾ ഇങ്ങനെ വരച്ചാണെങ്കിൽ പറഞ്ഞുതരാം, ഈ ഒരു ഹൊറിസോണ്ടൽ വയർ എന്താണ് ഇതിനെ ജസ്റ്റ് തൊടുന്ന രീതിയിൽ എന്താണ്, പക്ഷേ ഇതിൻ്റെ ബോട്ടം സൈഡ് അപ്പോൾ എന്താ മുകളിലെത്തിയിട്ടല്ല, അതായത് ഈ ഒരു ആർക്കിനെ ജസ്റ്റ് തൊടുന്ന ഈ ഹൊറിസോണ്ടൽ വയർ ജസ്റ്റ് തൊടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ആയാലാണ് നമ്മൾ ഈ സാധനം ഫോക്കസ്ഡ് ആയി എന്ന് പറയാം.
ഇതാണ് ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു മെനിസ്കസ് ഈ ഒരു ഹൊറിസോണ്ടൽ ക്രോസ് വയറിനെ ഇങ്ങനെ ഈ ഒരു രീതിക്ക് ടച്ച് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ MSRും കാണുക, വീണ്ടും VSRും കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അത് എന്താണ് ഈ ഒരു എന്തെങ്കിലും പറയാൻ നമ്മളെ ഒരു റീഡിങ് ഓഫ് ദ മെനിസ്കസ് ആണിത്. അപ്പോൾ അതെന്താണ്, അത് വെച്ചിട്ട് ടോട്ടൽ റീഡിങ് 6 ആണ് ഇടിക്കുക. ഇനി ഒരു അടുത്തൊരു കോളം ഉണ്ട്, റീഡിങ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ പോയിന്റ്. ഈ ടിപ്പ് ഓഫ് ദ പോയിന്റർ എന്നതിന് സാധനം ഇത് നമ്മൾ ആ ഒരു വുഡൻ്റെ ആ ഒരു എന്താണ് പോയിന്ററാണ് ഈ ടിപ്പ് ഓഫ് ദ പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ബേസിക്കലി ഇതാണ് നമ്മൾ ലിക്വിഡ് എങ്കിൽ ഇതിങ്ങനെ എന്താണ് ഇവിടെ കുറച്ച് ഇവിടെ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ പറഞ്ഞ നമ്മളെ റീഡിങ് ഉണ്ടാവുക 2.5. അപ്പോൾ ഈ ക്ലിയർലി ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടി എന്താണ് ഹൈറ്റിലായിരിക്കും ഉണ്ടാവും, ഇത് കുറച്ചും കൂടി. അപ്പോൾ രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കില്ല. ഇവിടെ 4.55 ഇവിടെ 2.45. അപ്പോൾ ഇത് കൂടുതലും ഇത് കുറവായിരിക്കും ഉണ്ടാവുക ഏത്. അപ്പോൾ ഇത് കുറച്ചും കൂടി മുകളിൽ, ഇത് കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ ടിപ്പ് ഓഫ് ദ പോയിന്ററിൻ്റെ ആ ഒരു എന്താണ് ഈ വെള്ളത്തിൽ തൊടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് കൂടി എടുക്കണം. ഇത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ MSRും VSRും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ റേഡിയോ കണ്ടുപിടിക്കണം. അതാണ് R2 എന്ന് പറയുന്നത്. അപ്പോൾ R1 കിട്ടി, R2 കിട്ടി. ഇതിൻ്റെ ഡിഫറൻസ്, അതായത് ഈ R1 മൈനപ്പോൾ എന്താ ഈ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് ഇത്രയാണ് ബേസിക്കലി. ഈ ടോട്ടൽ ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര ഒരു ഈന ഡിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് ആ ഒരു റൈസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനാണ് ആ കാപ്പിലറി റൈസ് ആയിട്ട് കണക്കാക്കുക. എന്താണ് അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. ഇപ്പോൾ ഒരു Y2 - Y1 = ആ ഡിഫറൻസ് ആണ് ഈ കാപ്പിലറി റൈസ് ആയിട്ട് കൂട്ടുന്നത്. അതാണ് ബേസിക്കലി H1 എന്ന് പറയുന്നത്. H1 നല്ലതെന്ന് തോന്നുന്നു, H ആണ് ബേസിക്കലി. അതാണ് H പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ എത്ര 2.139 കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ചപ്പോൾ. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു ലെങ്ത്തിൽ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കുറച്ചും കൂടി മുകളിലേക്ക്, അതായത് ഈ പറഞ്ഞ എടുപ്പ് ഈ ഒരു സ്ക്രൂ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് മുകളിലേക്ക് ആക്കുക. കുറച്ചും കൂടി സാധനം മുകളിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മൾ ഇത് ആക്ച്വലി ഇതിൻ്റെ മുകളിലല്ല വെക്കുന്നത്, ഒരു റൗണ്ടായിട്ടൊരു ഇങ്ങനെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബീക്കർ വെക്കുന്നത്. ഇപ്പോൾ ബീക്കറിനെ മുകളിലോട്ട് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഒരു സ്ക്രൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ മുകളിൽ പൊന്തിക്കുകയോ താത്തുകയോ, എന്നിട്ട് വീണ്ടും അതിൻ്റെ ടൈറ്റിനെല്ലാം പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, ലെങ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി മുകളിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് കുറച്ചും കൂടി മുകളിലാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും മുക്കിയിടുക. എന്നിട്ട് വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിൻ്റർ അന്നേരവും ഇങ്ങനെ റീഡിങ് എടുക്കുമ്പോൾ പോയിൻ്റർ കറക്റ്റ്, അതായത് ജസ്റ്റ് ഇതാണ് ലിക്വിഡെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊടുന്ന രീതിയിൽ, തൊട്ടില്ല എന്ന രീതിയിൽ തൊടുന്ന രീതിയിലായിരിക്കണം ഇല്ലത് പോയിൻ്റർ ആ ഒരു ലിക്വിഡിൻ്റെ മുകളിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മളെ മൈക്രോസ്കോപ്പ് ഒന്നും കൂടി ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മളെ മെനിസ്കസ് വീണ്ടും, ഇപ്പോൾ മെനിസ്കസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും ഹൈറ്റ്. അപ്പോൾ ഹൈറ്റിൻ്റെ പ്രൊപ്പോർഷണലായിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ കാപ്പിലറി റൈസും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് കൂടുന്നേരം കാപ്പിലറി റൈസും ഇപ്പോൾ ഈ 4 എന്നുള്ള സാധനം ഇവിടെ 6 ആയ കണ്ടില്ല, അതാണ് അതിങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് ആ കാപ്പിലറി റൈസ് മുകളിലേക്ക് പോകും. അതാണ് ബേസിക്കലി സംഭവിക്കേണ്ടത്. വെൻ ഹൈറ്റ് ഇൻക്രീസസ് കാപ്പിലറി റൈസ് ഓൾസോ ഇൻക്രീസസ്. അതെന്തുകൊണ്ടായിരിക്കും, ആ ഇക്വേഷൻ നിങ്ങൾ കാണില്ല, ഈ H ന്യൂമറേറ്ററിലല്ല. അപ്പോൾ ഈ H കൂടുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റൽ റൈസിന് ഇക്വേഷൻ വേറെ ആയിരുന്നു, അത് പോട്ടെ. ഇതാണ് ബേസിക്കലി സംഭവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 5-6 റീഡിങ്സിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അപ്പോൾ എന്ത് ചെയ്യണം, ഇത് മെനിസ്കസ് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ തൊട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, അതിൻ്റെ ആ ടിപ്പ് ഓഫ് ദ പോയിന്ററിൻ്റെയും ആ ഒരു എന്ത് ചെയ്യണം, ആ പറഞ്ഞ റീഡിങ് കണ്ടുപിടിക്കണം. അതപ്പോൾ എന്ത് ചെയ്യുക, ഇത് കുറക്കോ, ഇത് കിട്ടും, ഇത് കുറക്കോ. അപ്പോൾ അങ്ങനെ ഒരു 5-6 റീഡിങ്സ് എടുത്തിട്ട് കുറക്കുമ്പോൾ അപ്പോൾ എന്താ വേണ്ടത്, കാപ്പിലറി റൈസിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്താ ഡിഫറൻസ് എന്നല്ല, ഈ R1 - R2 എന്നുള്ള വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ അതായത് ഇവിടെ ഒരു പ്രാവശ്യം കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ട്യൂബിന് അടുത്തതിൽ ഇത്തിരി അങ്ങനെ വരാൻ പാടില്ല, അത് തെറ്റിപ്പോവും. 2 പോയിൻറ്റ് സംതിങ് കിട്ടിയാലും കുഴപ്പമില്ല, 2 പോയിൻറ്റ് സംതിങ് നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തപ്പോൾ 4.145 പിന്നെ 4.105 ഇങ്ങനെയൊക്കെ റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഈ നമ്പർ മാറാണ്ടെന്നാൽ മതി. ഈ നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് കുറക്കുന്ന സമയത്ത് അപ്പോൾ പ്രൊപ്പോർഷണലായിട്ട് ഇത് കൂടുമ്പോൾ ഇതും കൂടും, ഇത് കൂടുന്ന സമയത്ത് അതിനാണെങ്കിൽ ഇതും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറക്കുന്ന സമയത്ത് അപ്പോൾ എന്താ, അതാ ഞാൻ പറഞ്ഞത്, ക്യാപിറ്റൽ റൈസ് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് അല്ല വില കിട്ടുക. അങ്ങനെ ഒരു 5-6 റീഡിങ്സ് എടുത്ത് കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 6 എണ്ണം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 6 ചെയ്യുക, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതാണ് ബേസിക്കലി ക്യാപിറ്റൽ റൈസ്, മീൻ ക്യാപിലറി റൈസ് എന്ന് പറയുന്നത്. നമുക്ക് 4 പോയിൻറ്റ് സംതിങ് എന്തോ കിട്ടിയായിരുന്നു ഒരു വാല്യൂ. അത് അവിടെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നുണ്ട്, കാരണം വെർണിയർ വെച്ചിട്ടല്ല മെഷർ ചെയ്യുന്നത്, അപ്പോൾ സെൻറ്റിമീറ്റർ ആയിരിക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കിട്ടിയ ശേഷം ഇനി ടി സിക്കൽ ടു എച്ച് പ്ലസ് R/3. ഞാൻ ഒരു സജഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R/3 ഓൾറെഡി കണ്ടുപിടിച്ച് വെക്കുക. നമുക്കിപ്പോൾ എത്രയായിരുന്നു, ഇപ്പോൾ നമുക്ക് 0.0233 അങ്ങനെ സംതിങ് എന്തായിരുന്നു കിട്ടും, 335 അങ്ങനെ അതിനെ ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ 0.0 സംതിങ് കിട്ടും. അപ്പോൾ അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ അത് ഇൻറ്റു 10⁻²⁻². ഈ എച്ചും എന്താണ് ഇൻറ്റു 10⁻². അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ 10⁻² കോമൺ എടുത്തുകൊണ്ട് ഈ രണ്ട് വാല്യൂസും, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ, ഇവിടെ ഒരു വൈ എന്ന് പറയുന്ന വാല്യൂ, എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് ഇൻറ്റു 10⁻² ചെയ്താൽ മതി. അപ്പോൾ എന്താ ആ ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഇല്ല. പിന്നെ ഇൻറ്റു ഇവിടെ R ഉണ്ടല്ലോ, എടുപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല, എച്ച് പ്ലസ് R/3 ഇൻറ്റു R ഇൻറ്റു റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. ആ കോസ്റ്റീറ്റ ഞാൻ 1 ആക്കി എടുത്ത് ഇൻറ്റു 1. അപ്പോൾ ഇവിടെ R ഉണ്ടല്ലോ, അത് 0.02335 കുഴപ്പമില്ല, അത് ഇൻറ്റു 10⁻². അതേപോലെ ഡെൻസിറ്റി എനിക്ക് കിട്ടിയിരുന്നത് 9 എന്താണ് ഈ കേസിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ അവരുടെ വാല്യൂ അവർക്ക് കിട്ടി 974 എന്നാണ്, ഇൻറ്റു 9.8 ഇനി ഡിവൈഡ് ബൈ 2. ഇത് ഈ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടുമല്ലോ, ഒരു എക്സ് ഒരു എന്തെങ്കിലും ഒരു സെഡ് നേട്ടം പറയുന്ന ഒരു വാല്യൂ, അത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ ഐഡിയൽ കേസിൽ ഞാൻ പറഞ്ഞുതരാം 0.072 ആണ്, അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കിട്ടേണ്ടത്. പക്ഷേ എന്താ ന്യൂട്ടൺ പെർ മീറ്റർ അല്ല എൻ്റെ യൂണിറ്റ്, ഇവിടെ പോയി നോക്കട്ടെ. ഇതാ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, ആണെന്നുണ്ടോന്ന് അറിയില്ല, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഐഡിയൽ കേസിൽ 0.072 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷേ എങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറർ കാരണം അത്രയൊന്നും കിട്ടില്ല, അതിൽ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. 0.05 ആണെങ്കിൽ അത് കുറച്ചും കൂടി ലോ വാല്യൂ ആണ്, നമുക്ക് കിട്ടിയ കുറച്ചും കൂടി ലോ വാല്യൂ ആണ്. ഇത് 0.06, ഇതിലും കുറച്ച് കൂടുതലും അല്ല 0.0595. ഇത് എൻ്റെ വേറൊരു ടീമിന് കിട്ടിയ വാല്യൂ ആയിരുന്നു. 0.07 കിട്ടിയാലും കുഴപ്പമില്ല. അത് കുറച്ചും കൂടി അടുത്തായില്ല ഇതിൻ്റെ 0.065, 0.069. ഇത് ഈ വാല്യൂസിൽ അക്സെപ്റ്റബിൾ ആണ്. ഈ 0.05ഉം വളരെ മിനിമം ആയിട്ടുള്ള വാല്യൂ ആണ്. ഇതിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കില്ല. നമ്മൾ ആക്ച്വലി 0.04 എന്താണ് ഈ പറഞ്ഞ 9 ആയിരുന്നു കിട്ടിയത്, അതിന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.05 ആക്കിയതാണ്. എന്നിട്ടും വല്ല ലോ വാല്യൂ ആയിപ്പോയി. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണ്. ഇതാണ് സർഫേസ് ടെൻഷന് കിട്ടേണ്ട ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചും കൂടി പറഞ്ഞാൽ ഇതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ കാര്യമില്ല. നമുക്ക് ഒരു ബേസിക്കലി ഒരു ഐഡിയ വേണം, എത്രയൊക്കെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്താണ് ഒരു സൈന് വാങ്ങാം, അല്ലെങ്കിൽ ഒരു മാർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതും കൂടി ആ റേഞ്ചും കൂടി അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി സർഫേസ് ടെൻഷന്. ഇത് വേഗം ചെയ്യുവാണെങ്കിൽ ആ ഒരു ഒറ്റ എന്താണ് സ്ട്രെച്ച് തന്നെ 2 മണിക്കൂർ തന്നെ തീർക്കാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്. ജസ്റ്റ് ഓരോ പ്രാവശ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സർഫേസ് ടെൻഷൻ.